സുഹൃത്തുക്കളെ, നമ്മളെ വടകരയിലെ ഷോഫിക്കയുടെ നാടകത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞു വരാനുള്ളത്. പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഏറ്റവും മലയാളത്തിൽ ഇഷ്ടപ്പെട്ട രണ്ട് എഴുത്തുകാരാണ്. ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറും ബേപ്പൂരിൻ്റെ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന മാപ്പിള ഭാഷയിൽ കഥകൾ എഴുതിയിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറും, അതേപോലെ തന്നെ മാധവിക്കുട്ടിയും. രണ്ടുപേരും ഏറെക്കുറെ ജീവരക്തം കൊണ്ട് സ്വന്തം ആത്മാനുഭവങ്ങളിൽ നിന്ന് കഥ എഴുതുന്നവരാണ് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യവുമാണ്. അവരുടെ എഴുത്തിൻ്റെ ഒരു ലാളിത്യം, ഭാഷയുടെ വശ്യത ഒക്കെയുണ്ട് അതിനകത്ത്. പ്രണയത്തെക്കുറിച്ചാവട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ, ഓരോ വിശപ്പിൻ്റെ രാഷ്ട്രീയമാവട്ടെ ഒക്കെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന മാധവിക്കുട്ടിയുടെ കഥകൾ അത്തരം ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൂടെ അവർ കടന്നു പോയിട്ടില്ല. വളരെ സമ്പന്നമായി തന്നെ ജീവിച്ചതാണ്. എന്നാൽ തന്നെയും രണ്ടുപേരെയും വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് വായനയൊന്നുമില്ല. ഡിഗ്രി സ്കൂൾ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വായന വളരെ കുറവാണ്. അത്യപൂർവമായി ചിലത് മാത്രം, ചിലർ നിർബന്ധപൂർവ്വം പറയുമ്പോൾ വായിക്കുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു കഥയുടെ നോവലിൻ്റെ പേരാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഇപ്പോൾ വിശ്വവിഖ്യാതമായ മൂക്ക് അത് ഷോഫിക്കയുടെ മൂക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരുന്നാലും വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന കഥയുടെ ഒരു ഇതിവൃത്തം ഇങ്ങനെയാണ്. ഒരു 14 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അവനൊരു പാചകക്കാരനായിട്ട് ജോലി ചെയ്യുകയാണ്. ആ സമയത്ത് അവന് മൂക്ക് വളർച്ച ആരംഭിക്കുന്നു. മൂക്ക് ഇങ്ങനെ വളർന്ന് ഏകദേശം നെഞ്ചോടൊപ്പം മൂക്ക് വളരുന്ന അവസ്ഥയെത്തി. ആ മൂക്കിൻ്റെ പെരുമ ലോകം മുഴുവൻ അറിയപ്പെട്ടു. അങ്ങനെ അറിയപ്പെട്ട് ഈ മലയാളക്കര മുഴുവൻ അദ്ദേഹത്തിൻ്റെ മൂക്ക് കാണാൻ വേണ്ടി, മൂക്കൊരു മൂക്ക് കാണാൻ വേണ്ടിയിട്ട്, കാരണം അത്ഭുത മൂക്കായിട്ട് മാറി. അങ്ങനെ മൂക്ക് കാണാൻ വേണ്ടി ആളുകൾ വരാൻ തുടങ്ങി. സന്ദർശകരുടെ ബാഹുല്യം കാരണം അവസാനം അവൻ്റെ അമ്മ മൂക്ക് കാണുന്നതിന് വേണ്ടി നിശ്ചിത സംഖ്യ അതിന് ഫീസ് നിശ്ചയിച്ചു. അങ്ങനെ ആ പൈസ കൊടുത്ത് ഈ മൂക്ക് കാണാൻ, ദർശനം ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വളരെ പ്രശസ്തനാവുന്നു. ഈ ഫീസ് മേടിച്ച് അദ്ദേഹം വലിയ ബംഗ്ലാവ് പണിയുന്നു. അത് വളരെ സുന്ദരിമാരായ 2 സെക്രട്ടറിമാരെ വെക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ വേണ്ട, അതിലേക്ക് പോകുന്നില്ല. ഈ സുന്ദരിമാരായ സെക്രട്ടറിമാരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൽക്കാലം കുറച്ച് ദിവസമായിട്ട് ആളെക്കുറിച്ച് സംസാരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. അപ്പം അങ്ങനെ വെക്കുന്നു. അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഇപ്പം ജനപ്രീതി കണ്ടപ്പോൾ, ഇപ്പോൾ നമ്മുടെ ബഡായി ബംഗ്ലാവിൽ നമ്മുടെ ധർമ്മജൻ്റെ ജനപ്രീതി കണ്ടപ്പോൾ, കഴിഞ്ഞ തവണ ഐക്യജനാധിപത്യ മുന്നണി പുള്ളിയെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ, അല്ലെങ്കിൽ പലരും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് പല ആളുകളും. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ എന്താണ് ബിഗ് ബോസിലെ താരങ്ങളെ ഓരോ പാർട്ടിക്കാർ സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരിക എന്നുള്ളത് അറിയില്ല. തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ മലയാളക്കരയിലെ രാഷ്ട്രീയവും സഞ്ചരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശസ്തി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസിനെ തങ്ങളോടൊപ്പം നിർത്താൻ പറ്റുമെന്ന് കരുതിയിട്ട് ഭരണകക്ഷി അദ്ദേഹത്തിന് ഭരിക്കുന്ന സർക്കാർ അദ്ദേഹത്തിന്, ആ പാർട്ടി അദ്ദേഹത്തിന് നാസിക പ്രമുഖൻ എന്ന ഒരു അവാർഡ് നൽകുകയാണ്. കാരണം വിശ്വവിഖ്യാതമായ മൂക്കാണ്, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മൂക്കാണ്. അപ്പോൾ നാസിക പ്രമുഖൻ, നാസിക എന്ന് പറഞ്ഞാൽ മൂക്കെന്നാണല്ലോ അർത്ഥം. നാസിക പ്രമുഖൻ എന്ന അവാർഡ് വരുന്നു. അങ്ങനെ നൽകുമ്പോൾ ഇദ്ദേഹം അവരുമായിട്ട് യോജിച്ചു പോകുന്നൊരു ഘട്ടത്തിലെത്തുമ്പോൾ പ്രതിപക്ഷം തെരുവിൽ വലിയ ലഹളയുമായി, കലാപവുമായി രംഗത്തെത്തി. അവർ പറഞ്ഞു, ഈ മൂക്ക് ഇത് ഒറിജിനലല്ല, ഇത് വ്യാജമാണ്, ഇത് കൃത്രിമ മൂക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ലഹളകൾ ഉണ്ടാകുന്നു. ഒരുപാട് അവസാനം ഈ സഖാവ് മൂക്കൻ അറസ്റ്റിലാവുന്നു. ഇത് ലഹളയുടെ കാരണക്കാരൻ എന്നുള്ള രീതിയിൽ അറസ്റ്റിലാവുന്നു. മാത്രമല്ല, ഗവൺമെൻറ് സർവകക്ഷി യോഗമൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവസാനം ഒരു തീരുമാനമെടുക്കുന്നു. 48 രാജ്യങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ വിദഗ്ധരെ, അതും പ്രത്യേകിച്ച് ENT ആയിട്ടുള്ള വിദഗ്ധരെ കൊണ്ടുവരാനും ആ മെഡിക്കൽ ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിൻ്റെ മൂക്ക് ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പരിശോധിക്കാനും വേണ്ടി തീരുമാനിക്കുന്നു. ഈ മെഡിക്കൽ സംഘം കുലങ്കഷമായിട്ടിരുന്ന് ആലോചിച്ച്, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്, ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ആ മേഖലയിലെ വിദഗ്ധരാണ് ആലോചിച്ച് അവസാനം ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ചെറിയ കുട്ടികളുടെ ബുദ്ധിയിലുള്ള സാധനം അവർ ചെയ്തുള്ളൂ. ഒരു മുട്ടുസൂചി എടുത്ത് മൂക്കിൽ നിന്ന് കുത്തി നോക്കി. അപ്പോൾ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു. അപ്പോൾ ഇത് ഒറിജിനൽ ആണ്, ഇത് വ്യാജമല്ല, റെഡിമെയ്ഡ് അല്ല, കൃത്രിമമല്ല എന്ന് ബോധ്യപ്പെട്ടു. അതോടുകൂടിയിട്ട് കാരണം ഇത്രയും 48 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ വന്നിട്ട് അങ്ങനെ ഇദ്ദേഹത്തിന് ഈ സഖാവ് മൂക്കൻ്റെ മൂക്ക് ഒറിജിനലാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ മൂക്കശ്രീ എന്ന് പറഞ്ഞ ബഹുമതിയോട് കൂടിയിട്ട് രാജ്യം ആദരിക്കുന്നു. ഇദ്ദേഹത്തെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ ഇദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക്, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതാണ് ഈ കഥയുടെ ഇതിവൃത്തം. സത്യത്തിൽ ശ്രീനിവാസൻ്റെ തിരക്കഥകളും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളും രണ്ടും സമാനതകളുണ്ട്. രണ്ടും കാലാതീതമായി നിലനിൽക്കുന്നതാണ്. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് വൈക്കം മുഹമ്മദ് ബഷീർ കഥ എഴുതിയിട്ടുള്ളത്. ആ കഥകളിൽ പലതും ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന ഒരു ഏതൊരു ഗണിതശാസ്ത്രജ്ഞനെയും മറികടക്കുന്ന ഒരു പുതിയ കണ്ടുപിടുത്തം കണ്ടെത്തിയ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പല കഥാപാത്രങ്ങൾ ആലോചിച്ചു. ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ ബഷീറിൻ്റെ മതിലുകൾ അത് വലിയ സിനിമയായിട്ടുണ്ട്. മമ്മൂട്ടിയും KPS ലളിതയും നായികന്മാരായിട്ട്. ബാല്യകാല സഖി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. വിശപ്പിൻ്റെ കഥ പറയുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്ന കഥ. അങ്ങനെയുള്ള ഒരുപാട് വൈവിധ്യമാർന്ന പാത്തുമ്മാൻ്റെ ആട്, ഇന്റുപ്പൂപ്പാക്കൽ ആനണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞ്, പൊൻകുരിശ് തോമ തുടങ്ങിയിട്ടുള്ള ഓരോന്നും സാമൂഹിക വിമർശനത്തിൻ്റെ
പിന്നെ നമ്മുടെ നിലവിലുള്ള നമ്മുടെ സാമൂഹ്യ ബോധമില്ലായ്മയെ പിന്നെ കേരളത്തിലെ പ്രബുദ്ധരെന്ന് പറയുന്ന ആളുകളുടെ വിവരമില്ലായ്മയൊക്കെ പരിഹസിക്കുന്ന രീതിയിലുള്ള കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള. സമാനമായിട്ട് തന്നെ ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റുകൾ, ചിന്താവിഷ്ടയായ ശ്യാമളയാവട്ടെ, അതേപോലെ സന്ദേശമാവട്ടെ, ആ സിനിമയിലെയൊക്കെ ഓരോ വാക്കുകളും ഇന്നും കാലഹരണപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പറഞ്ഞു വരുന്നത് വീണ്ടും ഷാഫി പറമ്പിലിലേക്കാണ്. ഷാഫി പറമ്പിലിൻ്റെയൊക്കെ സത്യത്തിൽ അദ്ദേഹത്തിന് അത് വല്ലാതെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സാധനമാണെന്ന് സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, കേരളത്തിലെ ആരോഗ്യ മേഖല, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കെ ഷാഫി പറമ്പിലിന് യഥാർത്ഥത്തിൽ ഇന്നലെ മൂക്കിൽ അങ്ങനെ ഒരു പൊട്ടലും പരിക്കൊക്കെ ഉണ്ടെങ്കിൽ, ഗുരുതരമായ പരിക്കുണ്ടെങ്കിൽ, അദ്ദേഹം ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിട്ട് അതിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, അത് ഫാബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ കൃത്രിമമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ പോവുകയായിരുന്നു. തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യപ്പെടുകയും ചെയ്യുമ്പം ഷാഫി പറമ്പിലിനെ പോലെയുള്ള ലോക്സഭാ അംഗത്തിന് ഉചിതമായ ചികിത്സ നൽകാനുള്ള കഴിവ് അവിടുത്തെ സർക്കാർ ആശുപത്രിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വരുമായിരുന്നു. എക്സ്റേ എടുക്കാൻ പറയും, സ്കാൻ ചെയ്യേണ്ടി വരും. രണ്ട് ചെയ്യുമ്പോൾ പരിക്ക് ഗുരുതരമാണെന്നുണ്ടെങ്കിൽ, കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ ആരോഗ്യ സംവിധാനം മുഴുവൻ തകർന്നു എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസിന് പൊളിച്ചെടുക്കാൻ പറ്റും ലോകത്തിന് മുമ്പിൽ. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഉറപ്പുവരുത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇപ്പോൾ കോൺഗ്രസ്സാണ് വെന്റിലേറ്ററിൽ, ഷാഫിൻ്റെ മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തേക്ക് ഇറങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ട് പോവുക. പ്രസിഡന്റ് പ്രധാനമന്ത്രിയൊക്കെ ഇങ്ങനെ അത്യാസന്ന നിലയിൽ ICUവിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഡെയിലി മെഡിക്കൽ ബുള്ളറ്റിൻ നടക്കാറുണ്ട്. ഇത് MP കോപ്രായം കാണിച്ചതിന് അതിന് മെഡിക്കൽ ബുള്ളറ്റിൻ നടക്കുക. സ്വകാര്യ ആശുപത്രികളിലൊക്കെ പൈസ കൊടുത്താൽ പലതും നടക്കും, എന്തും നടത്തിത്തരും. കോസ്മെറ്റിക് സർജറി നിലവിലുള്ള കാലമല്ലേ? എത്ര വർഷങ്ങളായിട്ട് കോസ്മെറ്റിക് സർജറി നടത്തുന്ന ആശുപത്രികളുണ്ട് ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ. അവനവൻ്റെ മുഖത്തിൻ്റെ രൂപം വരെ മാറ്റാൻ പറ്റുന്ന, സൗകര്യം കൂട്ടുന്ന രീതിയിലുള്ള ചികിത്സകൾ, ശസ്ത്രക്രിയകൾ ഒക്കെ നടക്കുന്നില്ലേ? നിങ്ങൾ എന്താ കരുതി എന്തും ചെയ്യാൻ പറ്റും കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, ഏത് റിപ്പോർട്ടും ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ വളരെ നിസ്സാര സ്വകാര്യ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ. ഞാൻ ആ ആശുപത്രികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നല്ല, അതൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. അതേസമയം സർക്കാർ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എക്സ്റേ റിപ്പോർട്ട് കറക്റ്റ് ആയിരിക്കണം. കാരണം നാളെ എന്തെങ്കിലും മൂക്കിന് പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് വേറൊരു സർക്കാർ സംവിധാനത്തിലേക്ക് തന്നെ വല്ല എയിംസിലോ വല്ലതും പോയി കഴിഞ്ഞാൽ MP ആണ്. ഇവിടുത്തെ ചികിത്സാ പിഴവ് വന്നിട്ട് ആ പിഴവ് എയിംസിൽ നിന്ന് രേഖപ്പെടുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ അത് തിരുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരള സംസ്ഥാന സർക്കാരും ആരോഗ്യവകുപ്പും CPM-ഉം ഒക്കെ പ്രതിക്കൂട്ടിലാകുമായിരുന്നു. എന്തുകൊണ്ടത് തിരഞ്ഞെടുത്തില്ല? കാരണം എക്സ്റേക്ക് സംവിധാനം ഇല്ലെങ്കിൽ അത് അപ്പം പുറത്താവും. അവിടെ എക്സ്റേ സംവിധാനം ഇല്ല, പുറത്തുനിന്ന് എടുക്കാൻ പറഞ്ഞു. അടുത്ത വെടി വെക്കാൻ പറ്റും ഗവൺമെൻറ്റിനെതിരെ. അവിടെ സ്കാനിങ് ചെയ്യാനുള്ള സൗകര്യമില്ല എന്നുള്ള ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അങ്ങനെയുണ്ടെങ്കിൽ തുറന്ന് കാണിക്കാൻ പറ്റും. അവിടെ ശസ്ത്രക്രിയ നടത്താനുള്ള ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല, സംവിധാനങ്ങളില്ല. യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പം അങ്ങനെയുള്ള വളരെ അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഇവർ കാരണം, ഷാഫിയും ഷാഫിയുടെ കൂടെയുള്ള അനുചരണം കാരണം മാത്രം തുടർച്ചയായി നടന്ന തൃക്കാക്കര, പുതുപ്പള്ളി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വിജയിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയ, കയ്യിലുള്ള ഒരു സീറ്റ് പോകുമ്പോൾ LDFൻ്റെ ഒരു സീറ്റ് തിരിച്ചു പിടിച്ചവർ. അവർ സ്റ്റാറ്റസ് കോ നടത്തി. LDFനാണ് ഫലത്തിൽ നഷ്ടം ഉണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. BJP ഒരു സീറ്റ് തൃശ്ശൂരിൽ ഇവരേത് പിടിച്ചു. പക്ഷേ പകരം കോട്ടയത്തിരുന്ന LDFൻ്റെ സീറ്റ്, ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ സീറ്റ് ജോസഫ് ഗ്രൂപ്പിലൂടെ ഇവർ തിരിച്ചു പിടിച്ചു. അപ്പോൾ അവർക്ക് 18 സീറ്റ് എന്നുള്ളത് നിലനിർത്താൻ പറ്റി. അതേസമയം LDFന് 2 സീറ്റ് ഉണ്ടായിരുന്നു. കോട്ടയം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ആലപ്പുഴ ഉണ്ടായിരുന്നു. ആ കോട്ടയവും ആലപ്പുഴയും അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് പകരം പിടിക്കാൻ പറ്റിയത് ചേലക്കര മാത്രമാണ്, ആലത്തൂർ മാത്രമാണ്. ചേലക്കരയിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം ഗണ്യമായി കുറഞ്ഞു. കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചപ്പോഴുള്ള ഒഴിവിൽ. അതേസമയം പാലക്കാട് അവരുടെ ഉപതെരഞ്ഞെടുപ്പിലുള്ള ഭൂരിപക്ഷം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ മിന്നുന്ന വിജയവും ഈ ചേലക്കരയിൽ അവർക്ക് ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞത് LDFൻ്റെ ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് അടിക്കാനുള്ള അടുത്ത വടി ഉപയോഗിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടാകുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഈ രണ്ടെണ്ണവും കൂടിയിട്ട് വെന്റിലേറ്ററിലാക്കിയിരിക്കുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. ആ പാർട്ടി ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുക. ഇപ്പോൾ അത് എന്തായിരുന്നാലും ഈ ഷോഫിക്കയുടെ അഭിനയം അത് പൊളിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ്. സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക്, രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യർക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. വിവേകശൂന്യരായ, ബുദ്ധിശൂന്യരായ, എന്താ പറയുക, തലയ്ക്കകത്ത് കളിമണ്ണ് നിറച്ച് നിൽക്കുന്ന കുറേ പൊട്ടന്മാരായിട്ടുള്ള ഇവരുടെ ഫാൻസും
അത് ഏറ്റുപിടിക്കുന്ന കുറേ ആളുകളുമല്ലാതെ മറ്റാരും ഈ നാടകം വിശ്വസിക്കില്ല എന്ന 100% ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു സുവർണാവസരമായിരുന്നു ഇത്. അഭിനയമല്ല എന്നുണ്ടെങ്കിൽ, ഇതൊരു നാടകമല്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള നാടകമാകുമ്പോൾ സർക്കാർ ആശുപത്രിയിൽ പോയാൽ അത് പൊളിയും. അവർ നോക്കും, എക്സ്റേ എടുത്ത് നോക്കും, പൊട്ടലില്ല, സ്കാനിങ് എടുത്ത് നോക്കും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ മൂക്കിന് അടി കിട്ടിക്കഴിഞ്ഞാൽ അകത്ത് അത്രയും പരിക്കിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് ചെറുതായിട്ടെങ്കിലും പാടെങ്കിലും കാണില്ലേ, അതുമില്ല. ആദ്യം നോക്കുമ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നോക്കി, നമ്മൾ സൂം ചെയ്ത് നോക്കി, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും കഥയും തിരക്കഥയും അഭിനയമൊക്കെ നന്നായിരുന്നു. അല്ല, അഭിനയം നന്നായിരുന്നു. പക്ഷേ ഈ സ്ക്രിപ്റ്റിൽ കഥയും തിരക്കഥയും ചെറിയ കഥയും കുഴപ്പമില്ല. പക്ഷേ പിന്നെ അതിൻ്റെ തിരക്കഥയിൽ കുറച്ച് പാളിച്ചകൾ പറ്റിപ്പോയി. അങ്ങനെ സാധാരണഗതിയിൽ സംഭവിക്കാറില്ല. പക്ഷേ ഇപ്പം അടുത്തുള്ള പരിപാടികളിലൊക്കെ ഇങ്ങനെ ഇവർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് പൊളിയുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, ഐക്യജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന പ്രവർത്തകർ ഇത്തരം കോപ്രായങ്ങളിൽ വീഴാതിരിക്കുക. ഇടത് ജനാധിപത്യ മുന്നണിയിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ അവർക്ക് കോപ്രായങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാതിരിക്കുക, ഇവരെയൊന്നും വഴി തടയാതിരിക്കുക. അവരെ വെലസി തെക്ക് വടക്ക് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ തന്നെ കോൺഗ്രസിൻ്റെ പണി തീരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്.